ലക്ഷ്മീസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഹായ്, നമസ്കാരം. ലക്ഷ്മീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? വിഷു ഒക്കെ വരാൻ പോവല്ലേ? ഞാൻ കുറച്ച് സദ്യ റെസിപ്പീസാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം വിഷു ആകുമ്പോഴത്തേക്കും എല്ലാവർക്കും അത്യാവശ്യം വേണ്ട സദ്യ റെസിപ്പീസൊക്കെ കിട്ടാനുള്ളൊരു ഫോൾഡർ ഞാൻ ചെയ്തിട്ടുണ്ട്, സദ്യ റെസിപ്പി എന്ന് പറഞ്ഞിട്ട്. അതെല്ലാവരും കണ്ടു നോക്കണം. അതിൻ്റെ അകത്തുള്ള എല്ലാ ഡിഷസും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഇഷ്ടമാണ്. ഞങ്ങളുടെ പാലക്കാട്ടുകാരുടെ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ്. ഞങ്ങളത് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്, അപ്പത്തിനും ഒക്കെ. സ്റ്റ്യൂ ആണ് സംഭവം, പൊട്ടറ്റോ സ്റ്റ്യൂ. പക്ഷേ അത് കുറച്ച് ടൈറ്റ് ആയിട്ടാണ് വെക്കുന്നതെങ്കിൽ നമ്മൾ സദ്യയിലൊരു ഡിഷായിട്ട് വിളമ്പാറുണ്ട്. അതേസമയത്ത് ഒന്ന് ലൂസാക്കിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഒഴിച്ച് കറിയായിട്ട് ഇങ്ങനെ ഈ സംഭവങ്ങൾക്കൊക്കെ, അപ്പം അങ്ങനെയുള്ളതിനൊക്കെ പാലപ്പത്തിനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏത് തരത്തിലുണ്ടാക്കാനും ഈ സെയിം റെസിപ്പി യൂസ് ചെയ്യാം. അതിൽ വെള്ളത്തിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ രണ്ട് തരത്തിൽ യൂസ് ചെയ്യാം. ഞാനൊക്കെ സാധാരണ സദ്യ ദിവസങ്ങളിലൊക്കെ രാവിലെ എണീറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് ഇത് ഉണ്ടാക്കുമ്പം കുറച്ച് തിക്കായിട്ട് ഉണ്ടാക്കിയത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കും. അപ്പോൾ രാവിലേക്കുള്ള കറിയും ആവും, ഉച്ചക്കലേക്കുള്ള ഒരു ഡിഷും ആവും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. എന്തായാലും ഞാൻ ആ ഇഷ്ടം നിങ്ങൾക്ക് കാണിക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയും. നമുക്ക് ഇത്തിരി ഇഷ്ടം ഉണ്ടാക്കാം. ഇഷ്ടം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പാലക്കാട്ടുകാരുടെ പൊട്ടറ്റോ സ്റ്റ്യൂ ആണ്. അപ്പോൾ ഇഷ്ടം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഞാൻ ഇതിൻ്റെ അകത്ത് 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു കഷ്ണമല്ല, ഒരു മീഡിയം സൈസിനൊക്കെ. ഇതിലേക്ക് നിങ്ങളുടെ എരിവ് അനുസരിച്ച് വേണം പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ. ഒരു 3-4 പച്ചമുളക് ഞാൻ ചേർക്കുന്നുണ്ട്. ഇതിൽ നിന്ന് നല്ല മണം ഇതിൻ്റെ അകത്തേക്ക് വരും. ഇതിൻ്റെ അകത്ത് വേറെ എരിവിനൊന്നും നമ്മൾ ചേർക്കില്ല, ഇത് മാത്രമേ ഇടാറുള്ളൂ. അതുകൂടാതെ ഒരു 2 മീഡിയം സൈസ് സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ഇഞ്ച് നീളത്തിൽ ഇഞ്ചിക്ക് നല്ല മണമുള്ളതൊക്കെ ആണെങ്കിൽ മാത്രം 1/2 ഇഞ്ച് ചേർത്താൽ മതി, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്തോളൂ. നിങ്ങൾക്ക് വേണം, ഇതിൻ്റെ അകത്ത് ഇഞ്ചി കടിക്കണത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഈ ഇഞ്ചി ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് വെന്ത് കഴിയുമ്പോൾ എടുത്ത് കളഞ്ഞാലും മതി. ഒരു 2-3 കറിവേപ്പിൻ്റെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി കറിവേപ്പില നമുക്ക് ലാസ്റ്റ് ചേർക്കാനായിട്ട് എടുത്ത് വയ്ക്കാം. ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളവും അതുപോലെ അല്പം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴൊന്നും സ്റ്റൗ ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. ആ ഉപ്പൊക്കെ ഒന്ന് താഴോട്ട് മിക്സ് ആയിക്കോട്ടെ. ഇനി സ്റ്റൗ കത്തിച്ചിട്ട് ഇത് മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നവരെ വേവിക്കുക. താല്പര്യമുള്ളവർക്ക് നാളികേരത്തിൻ്റെ 2ാം പാല് ചേർത്ത് കൊടുത്തിട്ട് ഇത് വേവിക്കാം വെള്ളത്തിന് പകരം. എന്നിട്ട് തിക്കായിട്ടുള്ള 1ാം പാല് നമുക്ക് മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നാളികേര പാൽപ്പൊടി വെച്ചാണ് ഇത് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിൽ വേവിക്കാനിട്ടിരിക്കണേ. നമ്മുടെ കുക്കറിൽ ഒരു വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ പ്രഷറൊക്കെ റിലീസായിട്ടുണ്ട്. ഞാനിത് തുറക്കുകയാണ്. ഇത് കണ്ടോ, എല്ലാം വെന്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് കുറച്ചൊന്ന് മാഷ് ചെയ്യാം. എല്ലായിടത്തും വേണ്ട, ചില ഉരുളക്കിഴങ്ങൊക്കെ നമുക്ക് കടിക്കാൻ കിട്ടണം. ഒരുപാട് കടിക്കണം നിർബന്ധമില്ല, ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്യാം. അതായത് ചെറിയതായിട്ട് കഷ്ണങ്ങൾ വേണം, എന്നാൽ മൊത്തം മാഷ് ചെയ്യുകയും വേണ്ട. ഇതിൻ്റെ അകത്ത് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എരിവ് പോരെന്നുണ്ടെങ്കിൽ പച്ചമുളക് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ ഇഞ്ചിയൊന്നും വീണ്ടും ആഡ് ചെയ്യേണ്ടി വരില്ല, കാരണം അതിൻ്റെ ഒരു നല്ല മണം തന്നെ ഇവിടെ വരുന്നുണ്ട്. സവാളയൊന്നും ഇനി ആഡ് ചെയ്യാൻ പറ്റില്ല. എരിവ് വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിവിടെ 1 കപ്പ് ചൂടുവെള്ളത്തിൻ്റെ അകത്ത്, ഇളം ചൂടുവെള്ളത്തിൻ്റെ അകത്ത് ഒരു 8 ടേബിൾ സ്പൂണ് നാളികേര പാൽപ്പൊടി കലക്കിയിട്ടുണ്ട്. ആ തിക്ക് നാളികേരപ്പാൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ സ്റ്റൗ കത്തിക്കാം. ഇത് സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാക്കുക. എന്തായാലും ഇതിപ്പം കുക്കായി കഴിഞ്ഞ് വരുമ്പം ഒന്നുകൂടെ തിക്കായിട്ട് വരും. അതായത് ഇപ്പോൾ കുറച്ച് പൊട്ടറ്റോ ഒക്കെ നമ്മൾ മാഷ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ,
നമുക്കിതിൽ ഉപ്പിൻ്റെ അളവ് പോരെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ഒരുപാട് കിടന്ന് തിളയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി. ഇത് നമുക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ ഇഡ്ഡലി ദോശ എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം. പാലക്കാട്ടുകാർ പൊതുവേ ഇത് സദ്യയ്ക്കൊരു ഡിഷായിട്ട് വിളമ്പാറുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ തിക്കായിട്ട് ഉണ്ടാക്കും. അപ്പം നിങ്ങൾ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് എന്തിൻ്റെ കൂടെ കഴിക്കണോ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പം അപ്പത്തിൻ്റെ കൂടെയും നൂലപ്പത്തിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ കുറച്ച് ലിക്വിഡായിട്ടിരിക്കണം, കാരണം എന്നാലേ ആ ഒരു ഒഴിച്ച് കഴിക്കാനുള്ളത് കിട്ടുള്ളൂ. ആ സമയത്ത് സദ്യയ്ക്ക് ഒരു ഡിഷായിട്ടൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നല്ല തിക്കായിട്ട് ഉണ്ടാക്കുക. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കുക. ഇത് ആറുമ്പോൾ ഒന്നുകൂടെ തിക്കാവും. അപ്പോൾ അത് നോക്കി വേണം വെള്ളത്തിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. ഇത് ഇത്ര ആകുമ്പം നമുക്ക് ഓഫ് ചെയ്യാം. കാരണം ഇതിപ്പോൾ നാളികേര പാൽപ്പൊടി ആയതുകൊണ്ട് പിരിയില്ല. ശരിക്കും നാളികേരത്തിൽ നിന്ന് പാലെടുത്ത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേരം തിളച്ച് കഴിഞ്ഞ് പിരിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്കിതൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഓഫ് ചെയ്യാം. ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ, ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ്, ചേർത്ത് കൊടുക്കുക. ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ സെർവ് ചെയ്യാം. നമ്മുടെ ഇഷ്ടു അല്ലെങ്കിൽ സ്റ്റ്യൂ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. താങ്ക് യു.